പറവൂർ ഭരതന്റെ ജീവിതകഥ എഴുതിയത് VK ശ്രീരാമൻ. 5-6 വർഷം മുമ്പ് ഊട്ടിയിലെ ഫേൺഹിൽ പാലസിൽ വെച്ചൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഒരു പ്രാന്തനായാണ് പറവൂർ ഭരതൻ അതിൽ അഭിനയിക്കുന്നത്. ഊട്ടിയിൽ വിനോദയാത്രയ്ക്ക് വന്ന ഒരു സംഘം ആളുകൾ തങ്ങൾ പാർക്കുന്ന ഹോട്ടലിന്റെ ഉദ്യാനത്തിൽ കളിയിലും വ്യായാമത്തിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ഭരതൻ വന്ന് അലങ്കോലപ്പെടുത്തുന്നതാണ് രംഗം. ഈ അലങ്കോലപ്പെടുത്തലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യം വ്യായാമം ചെയ്യുന്ന TP മാധവനുമായി ചെറിയൊരു കശപിശ ഉണ്ടാക്കുക എന്നതാണ്. സ്റ്റാർട്ട്, ക്യാമറ, ആക്ഷൻ, സംവിധായകൻ വിളിച്ചു പറഞ്ഞു. അടൂർ ഭവാനി മുതൽ ഖുശ്ബു വരെ ഉള്ളവരുണ്ട് വ്യായാമം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ. ദിലീപും കരമന ജനാർദ്ദനൻ നായരും കൃഷ്ണൻകുട്ടി നായരും കുതിരവട്ടം പപ്പുവും എല്ലാം ഉണ്ട്. ആ കൂട്ടത്തിലേക്ക് പറവൂർ ഭരതൻ ജോഗിംഗ് വേഷത്തിൽ തുള്ളിത്തുള്ളി കടന്നുവരുന്നു. ക്യാമറ ഭരതനെയാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം ഭരതൻ ഖുശ്ബുവിന്റെ അടുത്തെത്തി അവർ ചെയ്യുന്ന വ്യായാമമുറ അനുകരിച്ച് എന്തോ ഗോഷ്ടി കാണിക്കുന്നു. പിന്നീട് ഫിലോമിനയുടെ അടുത്തെത്തി അവരുടെ ഷോൾ എടുത്ത് തലയിൽ കെട്ടാൻ തുടങ്ങിയപ്പോൾ പെണ്ണുങ്ങളെല്ലാം ചേർന്ന് അയാളെ ഓടിച്ചു. പിന്നീട് TP മാധവന്റെ അടുത്തെത്തി. മാധവൻ കമിഴ്ന്നു കിടന്ന് പുഷപ്പ് ചെയ്യുകയാണ്. ഭരതൻ അയാളുടെ പുറത്തു കയറിയിരുന്ന് കുതിരസവാരി ചെയ്യാൻ തുടങ്ങി. മാധവൻ എഴുന്നേറ്റ് ഭരതനെ ചീത്ത വിളിച്ചു. ഒട്ടും അമാന്തിച്ചില്ല. മാധവന്റെ കരണത്ത് ഭരതൻ ആഞ്ഞടിച്ചു. മാധവൻ കൈകൊണ്ട് മുഖം പുത്തി നിലത്തു വീണു. കട്ട്! സംവിധായകൻ അലറി. എല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പോൾ സംവിധായകൻ സംഘവും മാധവന്റെ അടുത്തെത്തിയിരിക്കുന്നു. എന്താ സംഭവിച്ചത്? മാധവൻ നിലത്ത് കിടന്നുകൊണ്ട് കൈ ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഭരതേട്ടനുമായി ഒരു ചെറിയ കശപിശ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നിട്ടെന്താ ഇങ്ങനെ ആദ്യത്തെ അടിക്ക് തന്നെ താഴെ വീണത്? സംവിധായകൻ ചോദിച്ചു. മാധവൻ കൈമാറ്റി കവിള് സംവിധായകന് കാണിച്ചു കൊടുത്തു. സാമാന്യം വീതിയുള്ള വെളുത്ത കവിളത്ത് വിരൽപ്പാടുകൾ ചുവന്ന് തിണർത്ത് കിടക്കുന്നു. അമ്മയുടെ സെക്രട്ടറി അല്ലേ, ആരോടും കംപ്ലൈന്റ് ചെയ്യാനും പറ്റില്ല. കുതിരവട്ടം പപ്പുവിന്റെ ആ കമന്റ് എനിക്കെന്തോ രസിച്ചില്ല. എന്താ ഭരതേട്ടാ ഇത്? അല്പം ശ്രദ്ധിക്കേണ്ടേ? ഞാൻ ഭരതന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. ബഹളത്തിനിടയ്ക്ക് പറ്റിയതാ. വട്ടം കറങ്ങി ചെന്നപ്പോൾ മുൻ ധാരണയൊക്കെ തെറ്റിപ്പോയി. എന്നാലും കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. മാധവേട്ടന്റെ തലച്ചോറ് കലങ്ങിയിട്ടുണ്ടാവുമെന്നാ തോന്നുന്നത്. ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല, അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞില്ലേ? എനിക്ക് മാധവനോടെന്തോ വിരോധമുള്ളതുപോലെ ഉണ്ടല്ലോ നിങ്ങളുടെയൊക്കെ വർത്തമാനം കേൾക്കുമ്പോൾ. ഞാൻ അങ്ങനെയൊന്നുമുള്ള ആളല്ല. എന്റെ ജോലിയിൽ ഞാൻ ആത്മാർത്ഥതയെ കാണിച്ചിട്ടുള്ളൂ. പിന്നെ നീയൊക്കെ ജനിക്കുന്നതിനു മുമ്പ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കള്ളത്തരമുണ്ടെങ്കിൽ ഇത്രകാലം നീണ്ടു നിൽക്കില്ല. ആർക്കും അബദ്ധമൊക്കെ പറ്റില്ലേ? ചേട്ടന്റെ ആദ്യ സിനിമ ഏതു കൊല്ലത്തിലാ? നീയൊക്കെ ജനിക്കുന്നതിനു മുമ്പ് തുടങ്ങിയതാണ് സിനിമാഭിനയം എന്ന പ്രസ്താവന എനിക്ക് രസിക്കാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ ചോദിച്ചത്. 1950 ഞാൻ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രക്തബന്ധവും കേരള കേസരിയും. 1951 അത് രണ്ടും റിലീസാവുകയും ചെയ്തിട്ടുണ്ട്. 1930 മാർച്ച് മാസത്തിലാണ് മൂർക്കനാട്ട് കുറുമ്പക്കുട്ടിയുടെയും കൊച്ചനൻ കോരന്റെയും മകനായി വടക്കൻ പറവൂരിലെ വാവക്കാട്ട് ഭരതൻ ജനിക്കുന്നത്. ഭരതന്റെ മൂത്തത് 2 പെങ്ങന്മാർ, പാർവതിയും ലക്ഷ്മിയും. ഒരു ചേട്ടനുമുണ്ട്, രാമൻ. ഭരതൻ 10 വയസ്സുള്ള കാലത്ത് അച്ഛൻ കൊച്ചനൻ കോരൻ മരിച്ചുപോയി. അമ്മയും പെങ്ങന്മാരും കൂടി തൊണ്ടുതല്ലിയും ചകിരി പിരിച്ചും കയറുണ്ടാക്കിയുമൊക്കെയാണ് കുടുംബം പുലർത്തിയത്. ചുരുക്കത്തിൽ കൊച്ചനൻ കോരന്റെ മരണത്തിന് ശേഷം ആ വീട് അനാഥമാവുകയായിരുന്നു. സഹായിക്കാൻ പ്രബലരായ ബന്ധുക്കളോ ആദായമുള്ള ഭൂസ്വത്തോ ഇല്ല. 12 സെന്റ് സ്ഥലത്ത് മൺചുമരുള്ള ചെറിയൊരു വീട്. അതായിരുന്നു 4-5 പേരുള്ള കുടുംബത്തിന്റെ അഭയം. കുട്ടികളെ പഠിപ്പിക്കാനോ അവരെ വേണ്ടവിധം പരിപാലിക്കാനോ കുറുമ്പക്കുട്ടിക്ക് കഴിഞ്ഞില്ല. എങ്കിലും ഭരതനെ അവർ വാവക്കാട്ട് ലോവർ പ്രൈമറി സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. പഠിക്കാനൊന്നും താല്പര്യമില്ലാത്ത പ്രകൃതമായിരുന്നു അവന്. പഠിക്കാൻ പോയാൽ അധികവും ക്ലാസ്സിൽ കയറാതെ കനോലി കനാലിൽ ചൂണ്ടയിടാനും ആറ്റിൽ മുങ്ങി കക്ക പെറുക്കാനും കൂട്ടുകാരോടൊപ്പം പോകും. അപ്പോൾ ആരും ഉപദേശിക്കാനൊന്നും ഉണ്ടായിരുന്നില്ലേ? ഞാൻ ചോദിച്ചു. ഉപദേശിക്കാനെന്നല്ല, ഒന്നിനും ആരും ഉണ്ടായിരുന്നില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമി. അതായിരുന്നു എന്റെ അവസ്ഥ. രാത്രിയും പകലും തൊണ്ടു തല്ലിയും കൈതോല കൊണ്ട് പായ നെയ്തും കുടുംബം പോറ്റാൻ പെടാപ്പാടുപെടുന്ന അമ്മയും ചേച്ചിമാരും. അരി വാങ്ങിക്കണോ അതോ എന്നെ പഠിപ്പിച്ച് കളക്ടറാക്കണോ? വലുതായാൽ അച്ഛനെ പോലെ ഞാനും ഒരു ചെത്തുകാരനായിത്തീരുമെന്ന് അവർ കണക്കുകൂട്ടി കാണും. വീട്ടിലിരുത്തണ്ടാന്ന് കരുതി സ്കൂളിൽ പറഞ്ഞയച്ചു എന്നു മാത്രം. എങ്കിലും ഇടയ്ക്കൊക്കെ ഭരതൻ സ്കൂളിൽ പോയി.
മലയാളം പഠിപ്പിച്ചിരുന്ന പരമേശ്വരൻ മാഷ് ഈണത്തിൽ പദ്യം ചൊല്ലുന്നത് കേട്ടവൻ ചെവി വട്ടം പിടിച്ചിരിക്കും. അങ്ങനെ ചൂണ്ടയിടലും കക്കാവാരലും ഒക്കെയായി 5ാം ക്ലാസ്സിലെത്തുമ്പോൾ ഭരതന് 14 വയസ്സായിരുന്നു. 1944 സ്കൂൾ ആനിവേഴ്സറിക്ക് ഏകാംഗ നാടകത്തിനും മോണോ ആക്ടിനും ഭരതൻ പേരുകൊടുത്തു. സഹപാഠികളായിരുന്ന മാധവനും ശിവരാമനും പറഞ്ഞാണ് പാട്ടുമാസ്റ്റർ കേശവൻകുട്ടിക്ക് ഭരതന് ഇത്തരം കാര്യങ്ങളിൽ വാസനയുണ്ടെന്ന് മനസ്സിലായത്. മോണോ ആക്ടിന് നീ എന്താ ചെയ്യാൻ പോണത്? കേശവൻകുട്ടി മാഷ് അവനോട് ചോദിച്ചു. കുഞ്ഞയ്യപ്പന്റെ ഒരു ദിവസം എന്നതാണ് പരിപാടിയുടെ പേര്. ആരാ കുഞ്ഞയ്യപ്പൻ? കുഞ്ഞയ്യപ്പൻ വേട്ടുവനായ ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയാണ്. ശരി, കാണട്ടെ. കുഞ്ഞയ്യപ്പൻ രാവിലെ കഞ്ഞിയും കുടിച്ച് വെട്ടുകത്തിയും തളപ്പുമായി കുടിലിൽ നിന്നിറങ്ങി തെങ്ങുകയറ്റം കഴിഞ്ഞ് കൂലിയും വാങ്ങി കള്ളുഷാപ്പിൽ പോയി കള്ളു കുടിച്ച് ചെറിയ തല്ലുംപിടിയും ഉണ്ടാക്കി 4 കാലിലെഴഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയാണ് പ്രകടനം. അത് കണ്ടുനിന്ന് അരമണിക്കൂർ കഴിഞ്ഞുപോയത് കേശവൻകുട്ടി മാഷ് അറിഞ്ഞില്ല. നല്ല മെയ്വഴക്കം, വാക്കും വർത്തമാനവുമൊക്കെ കുഞ്ഞയ്യപ്പന്റേതു തന്നെ. പക്ഷെ അരമണിക്കൂർ വേണ്ട, 10 മിനിറ്റ്, കൂടിയാൽ 15. ആനിവേഴ്സറിക്ക് കഥാപ്രസംഗകനായ കെടാമംഗലം സദാനന്ദനും വന്നിരുന്നു. പരിപാടികളിൽ വെച്ച് സദാനന്ദന് ഏറ്റവും ഇഷ്ടമായത് ഭരതന്റെ മോണോ ആക്ടാണ്. സദാനന്ദൻ മാത്രമല്ല, ആനിവേഴ്സറി കാണാൻ വന്ന എല്ലാവരും തമ്മിൽ ചോദിച്ചു, ഏതാ ആ കുഞ്ഞയ്യപ്പന്റെ മോണോ ആക്ട് കാണിച്ച കുട്ടി? അത് നമ്മുടെ മൂർഖനാട്ടെ കൊച്ചനന്റെ മോനല്ലേ? അവൻ വെളുത്തിട്ടല്ലേ? മേത്തൊക്കെ കരുതേച്ച് കറുപ്പിച്ചതാ. എന്തായാലും മിടുക്കൻ തന്നെ. പരിപാടി കഴിഞ്ഞ ശേഷം കെടാമംഗലം സദാനന്ദൻ ഭരതനെ വിളിപ്പിച്ചു. നിനക്ക് നാടകത്തിൽ അഭിനയിച്ചുകൂടെ? അഭിനയിക്കാം. എങ്കിൽ നാളെ എന്റെ വീട്ടിലേക്ക് വാ. പുഷ്പിത എന്നായിരുന്നു നാടകത്തിന്റെ പേര്. പുഷ്പിതയിൽ ഒരു നായർ ജന്മിയുടെ കാര്യസ്ഥന്റെ വേഷമായിരുന്നു ഭരതന്. ആ നാടകം പറവൂരിലും പരിസരങ്ങളിലും അരങ്ങേറി. ഭരതന്റെ കാര്യസ്ഥനെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹാസ്യപ്രധാനമായ വേഷമായിരുന്നു അത്. എന്തിനും പ്രതിവിധിയും പരിഹാരവും കണ്ടെത്തുന്ന വിഡ്ഢിയായ ഒരാളാണ് കാര്യസ്ഥൻ ശങ്കുണ്ണി. പഞ്ചസാരയിൽ ഉറുമ്പ് വരുന്നുണ്ടെങ്കിൽ പഞ്ചസാര ടിന്നിൽ ചായപ്പൊടി എന്നെഴുതി ഒട്ടിച്ചാൽ മതി. ഉറുമ്പ് ചായപ്പൊടിയാണെന്ന് കരുതി മടങ്ങിപ്പൊയ്ക്കൊള്ളും. അത്തരം പ്രശ്നപരിഹാരങ്ങൾ ശങ്കുണ്ണിയുടെ നാവിൻ തുമ്പിൽ എപ്പോഴും റെഡിയാണ്. പറവൂരിലുള്ള ചെറുപ്പക്കാർ തന്നെയായിരുന്നു ആ നാടകത്തിലെ അഭിനേതാക്കളെല്ലാം. വേലായുധൻ നായർ, രാമചന്ദ്രൻ, കുമാരൻ, ശിവരാമൻ തുടങ്ങിയവരെല്ലാം. പക്ഷെ ഭരതനേക്കാൾ പ്രായക്കൂടുതലുള്ളവരായിരുന്നു. പുഷ്പിതയെ തുടർന്ന് കുറെ അമേച്വർ നാടകങ്ങളിൽ ഭരതൻ വേഷമിട്ടു. അതിലൊന്നാണ് ഐക്യകേരള നടനകലാസമിതിയുടെ യാതന. പുഷ്പിതയിൽ പുരുഷന്മാർ തന്നെയാണ് പെൺവേഷം കെട്ടിയിരുന്നത്. യാതനയിൽ ചെറായി, അംബുജം, തുളസി എന്നിങ്ങനെയുള്ള നടികളുണ്ടായിരുന്നു. കൂടാതെ രാജഗോപാലൻ ഭാഗവതർ, രമേശൻ ഭാഗവതർ, ആലപ്പി, KV എബ്രഹാം തുടങ്ങിയ മുതിർന്ന നടന്മാരും. അങ്ങനെ പറവൂരിലെ നാടക പ്രസ്ഥാനങ്ങൾക്ക് ഭരതൻ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മാറി. വീട്ടിലെ കാര്യം പണ്ടത്തെ പോലെ തന്നെ ഏന്തി വലിഞ്ഞു മുന്നോട്ടു പോയി. എങ്കിലും നാടകം കാണാനെത്തുന്നവരുടെ കയ്യടിയും കെടാമംഗലം സദാനന്ദനെ പോലുള്ളവരുടെ പ്രോത്സാഹനവും ഭരതനെ അഭിനയത്തിൽ തന്നെ പിടിച്ചു നിർത്തി. അമ്മയെ സഹായിക്കാൻ കയ്യിലൊന്നും വന്നു ചേർന്നിരുന്നില്ല. നാടകമില്ലാത്ത ദിവസങ്ങളിൽ കയറു കമ്പനിയിൽ റാട്ടുതിരിക്കാനും തോട്ടിൽ നിന്ന് ചെളികുത്തി തോണി കയറ്റാനും പോയി. ഭരതന് 17-18 വയസ്സുള്ളപ്പോഴാണ് പറവൂർ വിജയഭാനു എന്നൊരാൾ ആളെ വിട്ട് വിളിപ്പിക്കുന്നത്. കോൺഗ്രസുകാരനായ ഡോക്ടർ EK മാധവന്റെ വലങ്കൈയായിരുന്നു വിജയഭാനു. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അതിന് മറുപടിയായി ഭരതൻ ഒന്നും പറഞ്ഞില്ല. നല്ല തങ്കയും സ്ത്രീയുമാണ് പറവൂരിലെ യൂണിയൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുള്ള മലയാളം സിനിമകൾ. പിന്നെയെല്ലാം തമിഴ് സിനിമകളായിരുന്നു. മദ്രാശിയിൽ നിന്നും സേലത്തു നിന്നുമൊക്കെയാണത്രേ ഈ സിനിമകൾ ഇറങ്ങുന്നത്. പിന്നെ പ്രഹ്ലാദ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള സുബ്രഹ്മണ്യ മുതലാളിയാണത്രേ അതിന്റെ സംവിധായകൻ. ഒരു പറവൂർക്കാരൻ സഞ്ചരിച്ചെത്തേണ്ട ഇടങ്ങളല്ല അതൊന്നും. അതൊക്കെ എത്രയെത്രയോ അകലെ. ചെത്തുകാരനായ കൊച്ചനൻ കോരന്റെ മകൻ സിനിമാ നടനാവാൻ ആഗ്രഹിക്കുന്നത് തന്നെ മഹാവിഡ്ഢിത്തമാണ്. ചോദിച്ചതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. വിജയഭാനു വീണ്ടും ചോദിച്ചു. എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതൊന്നും ഇപ്പോ ആലോചിച്ച് തല പുണ്ണാക്കേണ്ട. അടുത്ത ആഴ്ച സേലത്തേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളൂ. രക്തബന്ധം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതേ പേരിലുള്ള ഒരു നാടകമായിരുന്നു സിനിമയ്ക്ക് ആധാരം. രംഗങ്ങളും കഥാപാത്രങ്ങളുമൊക്കെ നാടകത്തിൽ ഉള്ളത് തന്നെ. പക്ഷെ ഭരതൻ അവതരിപ്പിച്ച കഥാപാത്രം നാടകത്തിൽ ഉണ്ടായിരുന്നില്ല. ആറന്മുള പൊന്നമ്മയായിരുന്നു നായിക. ആലുവ കരുണാകരൻപിള്ള എന്നൊരാളാണ് നിർമ്മാതാവ്. വേൽസാമി കവി എന്ന ഒരു തമിഴനാണ് സംവിധായകൻ. ഏതാണ്ട് 2 മാസമെടുത്തു ചിത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ.
താമസത്തിന് പ്രത്യേകം ഇടമൊന്നുമില്ല. ആറന്മുള പൊന്നമ്മയും മറ്റും താമസിച്ചിരുന്നത് സെറ്റിൽ നിന്നും മാറി ദൂരെ ഒരിടത്താണ്. എങ്ങനെയായിരുന്നു ആദ്യ സിനിമാനുഭവം? ചെന്നു കയറിയപ്പോൾ തന്നെ ഒരു പായ, ചൗക്കാളം മുതലായവ തന്നു. പിന്നെ ഒരു ഇരുമ്പ് ബക്കറ്റും, കൂടാതെ കവടിപ്പിഞ്ഞാണോ ഒരു മഗ്ഗും. അതെന്തിനായിരുന്നു? സ്റ്റുഡിയോ ഫ്ലോറിനോടനുബന്ധിച്ചൊരു ഷെഡുണ്ട്, അവിടെയാണ് കിടപ്പ്. കിടക്കാനുള്ളതാണ് ചൗക്കാളവും പായയും. റോഡിൽ പോയി പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് കുളിക്കാനുള്ളതാണ് ബക്കറ്റ്. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പാത്രവുമായി ക്യൂ നിൽക്കണം. ചോറും സാമ്പാറുമാണ് ഭക്ഷണം. ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 51 രൂപ പ്രതിഫലമായി കിട്ടി. പ്രൊഡ്യൂസറായ ആലുവ കരുണാകരൻപിള്ള തന്നെയാണ് അത് തന്നത്. അദ്ദേഹത്തിന് ജയഭാരത് മോട്ടോഴ്സ് എന്ന പേരിൽ ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു. 1951 സിനിമ റിലീസ് ചെയ്തെങ്കിലും കാര്യമായി ആരെങ്കിലും കണ്ടോ എന്ന് സംശയമാണ്. ജയഭാരത് മോട്ടോഴ്സ് അതോടെ പൂട്ടി. ആ വർഷം തന്നെ കേരള കേസരി എന്ന ഒരു സിനിമയിലും അഭിനയിച്ചു. അതൊരു ജംഗിൾ പടമായിരുന്നു. അടുത്ത സിനിമ ഏതായിരുന്നു? മരുമകൾ. നമ്മുടെ പ്രേം നസീറല്ല ആദ്യമായി അഭിനയിക്കുന്ന സിനിമയാണത്. ആ സിനിമയും സേലത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു വലിയ വീട്ടിലായിരുന്നു ഷൂട്ടിംഗ് കാലത്ത് താമസിച്ചിരുന്നത്. വീടിനടുത്തുള്ള വയലിൽ വെള്ളമടിക്കുന്നതിനുള്ള ഒരു പമ്പ് ഹൗസ് ഉണ്ടായിരുന്നു. അവിടെ പോയി എല്ലാവരും കുളിക്കും. നസീർ കുളിക്കുന്ന സമയത്തും ബനിയൻ ഊരില്ല. അതെന്താ? അത്ര സെക്സിയായിരുന്നു മൂപ്പരുടെ ശരീരം. ഒറ്റ രോമമില്ല, പൂവൻപഴം പോലെ ഇരിക്കും. അന്നേ പക്ഷെ ഭാര്യയും കുട്ടികളും എല്ലാം ഉണ്ട് കേട്ടോ. ആരായിരുന്നു ആ സിനിമയുടെ സംവിധായകൻ? ചാരി എന്നു പേരുള്ള ഒരു തമിഴനായിരുന്നു. അദ്ദേഹം പിന്നെ സിനിമകൾ എടുത്തോ എന്നറിയില്ല. അതിനുശേഷം ഞാൻ കാണുമ്പോൾ കോടമ്പാക്കത്ത് ആർട്ടിസ്റ്റ് സപ്ലയർ ആയിരുന്നു. മരുമകളിൽ നായിക ആരായിരുന്നു? നെയ്യാറ്റിൻകര കോമളം. ദുർഗാവർമ്മ വില്ലത്തിയായിരുന്നു. കുമരകം വിജയലക്ഷ്മി, കെടാമംഗലം സദാനന്ദൻ മുതലായവരും അഭിനയിച്ചിട്ടുണ്ട്. മരുമകൾക്ക് ശേഷം എന്തുണ്ടായി? കുറച്ചുകാലം വീണ്ടും നാടകങ്ങളുമായി നടന്നു. എസ്.എൽ. പുരത്തിന്റെ കാക്കപ്പൊന്ന്, പുണ്യവാളന്റെ വീട്ടിലെ പാപികൾ എന്നീ നാടകങ്ങളിൽ അഭിനയിച്ചു. കെടാമംഗലത്തിന്റെ സമാഗമം, സ്വർഗരാജ്യം, യാഥാർത്ഥ്യം എന്നീ നാടകങ്ങളിലും അഭിനയിച്ചു. അതിനുശേഷമാണ് അടൂർ പങ്കജം തിരുവനന്തപുരത്ത് വെച്ച് സുബ്രഹ്മണ്യ മുതലാളിയെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ക്രിസ്മസ് രാത്രി, കറുത്ത കൈ മുതലായ സിനിമകളിൽ അഭിനയിക്കുന്നത്. പിന്നീട് ഇതുവരെയായി 800-ൽ പരം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വിവാഹം, മാറ്റുലി എന്ന നാടകത്തിൽ അഭിനയിക്കാൻ വന്ന തങ്കമണിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ വേലക്കാരനും അവൾ വേലക്കാരിയുമായിരുന്നു. ചക്കര എന്നായിരുന്നു അവളുടെ കഥാപാത്രത്തിന്റെ പേര്. ആദ്യമൊക്കെ മധുരമുണ്ടായിരുന്നു. ഇപ്പോൾ ചക്കരയുടെ മധുരമൊക്കെ പോയി. എനിക്കും 10-70 വയസ്സായില്ലേ. രോഗങ്ങളും മരുന്നുകളുമാണ് കൂട്ടിന്. മക്കൾ, ഒരു പെണ്ണും 3 ആണും. മകൾ ബിന്ദു കൊടുങ്ങല്ലൂർക്കാണ് അവളെ വിവാഹം ചെയ്തയച്ചത്. ആൺകുട്ടികൾ പ്രദീപ്, അജയൻ, മധു. ഒടുവിൽ അഭിനയിച്ച സിനിമ ഏതാണ്? കുസൃതിക്കുറുപ്പ്. ഇനിയും അഭിനയിക്കണമെന്നുണ്ട്. ഒപ്പമുണ്ടായിരുന്നവരൊക്കെ പോയി. കൊട്ടാരക്കര, എസ് പി പിള്ള, സത്യൻ, നസീർ, ശങ്കരാടിച്ചേട്ടൻ, തിക്കുറിശി സാറ്, ബഹദൂർ, അങ്ങനെ പലരും. ഇനി അധികമാരും ബാക്കിയില്ല. വർത്തമാനം കഴിഞ്ഞ് ഭരതൻ പതുക്കെ എഴുന്നേറ്റു. അപ്പോഴേക്കും ഒരു ചെറിയ തട്ടത്തിൽ ഗുളികകളും വെള്ളവുമായി തങ്കമണി വന്നു. ഗുളികകൾ വിഴുങ്ങി വെള്ളം കുടിച്ച് അടുത്ത വീട്ടിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ദാ ആ കാണുന്ന വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഓരോ സിനിമയുടെ പണി കഴിഞ്ഞും ഞാൻ ഈ മണ്ണിലേക്ക് തിരിച്ചു വരുന്നു. ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ച് എന്താണ് സമ്പാദിച്ചതെന്ന് ചോദിച്ചാൽ ഇതാ ഈ ഒരു വീടും കുറെ അസുഖങ്ങളും എന്ന് പറയാം. 800 സിനിമയിൽ അഭിനയിച്ചാൽ ഒരു 8000 രൂപയെങ്കിലും സമ്പാദ്യമുണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അന്നത്തെ കാലം ഇതൊന്നുമല്ല. മെറിലാൻഡിലും ഉദയായിലുമൊക്കെ മാസശമ്പളമായിരുന്നു. ഭക്ഷണവും താമസവും കഴിഞ്ഞു പോകുന്നത് തന്നെ ഭാഗ്യമെന്നേ കരുതിയുള്ളൂ. ഇപ്പോൾ ആർക്കും വേണ്ടാതെയായോ എന്ന് എനിക്ക് തോന്നുന്നു. എന്നെപ്പോലുള്ളവരുടെ ജീവിതം ഇങ്ങനെയാണ്. എങ്കിലും എനിക്കൊരു വീടുണ്ട്. ഇതാ തങ്കമണിയുണ്ട്. അച്ഛനോട് സ്നേഹമുള്ള മക്കളുണ്ട്. പറവൂർ ഭരതനെ ഇഷ്ടപ്പെടുന്ന പരശതം പ്രേക്ഷകരുണ്ട്. അതൊക്കെ മതി ഇല്ലേ? ഒരു ചെത്തുകാരനോ വള്ളക്കാരനോ ആകുമായിരുന്ന ജീവിതം എന്തോ എനിക്കറിയാത്ത കാരണങ്ങൾ കൊണ്ട് ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ആയില്ലേ? കൊമേഡിയനായും വില്ലനായും മുതലാളിയായും ഗുണ്ടയായും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും വിളിച്ചാൽ ഞാൻ അഭിനയിക്കാൻ പോകും. ഇല്ല, മലയാള സിനിമ എന്നെ മറക്കില്ല. ഭരതൻ തങ്കമണിയുടെ കയ്യിൽ പിടിച്ചു.